അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 36-ാം സൂറത്ത് 6-ാമത്തെ ആയത്ത്, അതായത് യാസീനാണിത്. യാസീനിൽ ഒരുപാട് ആയത്തുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്ക് ആർക്കും അറിയില്ല, എല്ലാവരും നമ്മൾ കാണാതെ പോകാനേ അറിയുള്ളൂ, അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. 6-ാമത്തെ ആയത്തിൽ പറയുന്നത് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നബി വന്നിരിക്കുന്നത് ഒരു ജനതയ്ക്ക് താക്കീത് നൽകാനാണ്. അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അവർ അശ്രദ്ധയിലായിരുന്നു. അതായത് മക്ക മുശ്രിക്കുകളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ അന്നേരം ജീവിക്കുന്ന ആളുകൾ പറയാണ് അള്ളാഹു ഒന്നേ ഉള്ളൂ, മക്കളില്ല, മലക്കുകൾ പെൺമക്കളല്ല, അങ്ങനെയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർ ചോദിക്കും ഇതൊക്കെ എന്തായി പറയുന്നത്? അപ്പോൾ അത് ഞങ്ങളുടെ വാപ്പന്മാർ തെറ്റായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്, കാലങ്ങളായിട്ട് കാരണവന്മാരായിട്ട് ചെയ്തു വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവരോട് പറയുകയാണ് നിങ്ങളുടെ കാരണവന്മാർക്ക് വിവരമുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് നബിയോ വഹി കിട്ടാനുള്ള മാർഗമോ തിരുത്തി കൊടുക്കാൻ കഴിവുള്ളവരോ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കാരണവന്മാർക്ക് വിവരമില്ലായിരുന്നു. അതുകൊണ്ട് കാരണവന്മാരെ കണ്ട് തുള്ളിച്ചാടണ്ട, മര്യാദയ്ക്ക് ഏകദൈവ വിശ്വാസത്തിൽ വന്നാൽ രക്ഷപ്പെട്ടു പോവാം. ഇനി അവരുടെ കാരണവന്മാരുടെ കാര്യത്തിൽ നരകം ഏതാണ്ട് വിധിക്കപ്പെട്ടിരിക്കുന്നതാണ്, അവരുടെ കാര്യത്തിലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആണ്. ഇതുങ്ങളുടെ എല്ലാം കഴുത്തിൽ ചങ്ങല വെച്ചിരിക്കുന്നു. നമ്മൾ ഖുർആൻ വിശദമായിട്ട് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ചങ്ങല കഴുത്തിൽ താടിയല് വരുന്നത് വരെ കഴുത്തിൽ എന്തെങ്കിലുമൊക്കെ പൂട്ടിട്ട് വെച്ചാൽ ആൾ തല ഉയർത്തി പിടിച്ചാൽ നടക്കുക. അപ്പോൾ അങ്ങനെയുള്ളവരെ പറ്റി പറയുന്നതാണ്, അവരെ അഹങ്കാരം കൊണ്ട് തല ഉയർത്തി പിടിക്കുന്നതാണ്. നമുക്കത് തോന്നും, പക്ഷെ ശരിക്കും അള്ളാഹു അവരെ ശിക്ഷിക്കുകയാണ്. അവർ കഴുത്തിൽ ഒരു വലിയ പട്ടയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർ തല ഉയർന്നിരിക്കുന്നതാണെന്ന്. അതായത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് അവരങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നത്. അവർക്ക് ഈ അഹങ്കാരം കൂടാതെ മുമ്പിൽ പുറയിലും തടസ്സം വച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ കണ്ട് അവർക്ക് പഠിക്കാനുള്ള കഴിവില്ല, കാരണം പുറക് വശം അല്ലെങ്കിൽ ചരിത്രം അവരിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നു. അത് മുമ്പുണ്ടായിരുന്ന ഹരപ്പ മോഹൻജദാരോ അല്ലെങ്കിൽ സിന്ധു നദിയുടെ സംസ്കാരം, അതല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരം എന്നൊക്കെ പറയുന്നത് അവരൊക്കെ വലിയ ആളുകളായിരുന്നു. നമ്മളെക്കാളൊക്കെ ഒരുപാട് മുമ്പ് ടെക്നോളജിയിലും ഒക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷേ അവരെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതെയാക്കി കളഞ്ഞു. അപ്പോൾ അങ്ങനെ അവർക്ക് ചരിത്രം കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുപോലെ അവർക്ക് മുമ്പിൽ ഉള്ള മരങ്ങൾ, മലകൾ, സൃഷ്ടികൾ ഇതൊക്കെ കാണുമ്പോഴും അവർക്ക് കാണാൻ പറ്റില്ല, കാരണം അവരുടെ മുമ്പിൽ ഒരു മറ ഇട്ടിട്ടുണ്ട് അള്ളാഹു. നമുക്കത് കാണാൻ പറ്റുന്നില്ല, അവർക്കും കാണാൻ പറ്റുന്നില്ല. അവരങ്ങനെ വഴിതെറ്റിപ്പോയിരിക്കുന്നു. അങ്ങനെ വഴിതെറ്റിപ്പോയാൽ അള്ളാഹു ചെയ്യുന്ന ഇതാണ്, കഴുത്തിലൊരു ബെൽറ്റ് ഇടും, മുമ്പിൽ മറ വയ്ക്കും, പുറകിൽ മറ വയ്ക്കും. പിന്നെ നമുക്ക് ചരിത്രവും കണ്ടുപിടിച്ച് നന്നാവാൻ പറ്റില്ല, മുമ്പിലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കണ്ട് പഠിച്ച് നന്നാവാൻ പറ്റില്ല. നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് അഹങ്കാരികളായി നടക്കുന്നവരും ആയിരിക്കും. അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല. 10-ാമത്തെ ആയത്തിൽ പറയാണ് അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും കാര്യമില്ല, അവരത് വിശ്വസിക്കില്ല.